കല്യാണം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗുരുവായൂർ കാണുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഗുരുവായൂർ പോയി. 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയി. അപ്പം എനിക്ക് അത്ര വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പൊ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ. ഈ വീഡിയോസിലെല്ലാം നമ്മൾ കാണുന്നില്ലേ, മറ്റേ ഈ കല്യാണത്തിനൊക്കെ കുറെ വീഡിയോസിൽ ഗുരുവായൂർ ഇങ്ങനെ ഓടി വരുന്ന സാധനമല്ലേ, മറ്റേ ജഗന്നഥ. അത് കാണുമ്പോ ഞാൻ വിചാരിച്ചത് എനിക്കൊന്ന് പോണം എന്നുള്ള സാധനം. അപ്പൊ ഞാനിപ്പോ പോവാൻ പോകുന്നു. അങ്ങനെ എങ്ങനെയാന്ന് കാണാനൊരു ഇതുണ്ട്. അതിന്റെ മരമൊക്കെ മുറിച്ച് കളഞ്ഞെന്നൊക്കെ കണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ അത്ര ഭംഗി ഇപ്പൊ ഇല്ല എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. പോയിട്ട് നോക്കാം എന്താ അവിടുത്തെ അവസ്ഥ. ബാലാമണി എല്ലാ പ്രാവശ്യവും പോണം. അന്ന് സൂപ്പർ ആയിരിക്കും. കറക്റ്റ് ബാലാമണിയായിട്ട് വരും ക്ലൈമാക്സ്. അവിടെ ഇരുന്ന് മറ്റേ കാർമോഗിൽ പറഞ്ഞ പാട്ട് പഠിക്കും. നമുക്ക് പിന്നെയും വരാലോ 2 വട്ടം വന്നപ്പോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അങ്ങോട്ടേക്ക് മാറുന്നതായിരിക്കും. എല്ലാരും ഒരുവിധം നല്ലോണം ടയേർഡായി. അപ്പോഴും അമ്മയ്ക്കും കോൾഡാണ്, വയ്യ. അപ്പോ സൈഡായി, മമ്മിയും സൈഡായി. പിന്നെ ഞാനും ഇല്ല കണ്ണു കൂട്ടി കുറച്ചിങ്ങനെ ആലോചിക്കും. 1.5 മണിക്കൂർ ഇങ്ങനെ കണ്ണു കൂട്ടിട്ട് കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങല്ലോ. അല്ലെങ്കിൽ നീ വണ്ടി എടുത്താല് വണ്ടി കയറിയ ഗിയർ മാറുന്നതിന് മുന്നേ ഉറങ്ങിയിട്ടില്ല. എനിക്ക് കാറ്റടിച്ച പിന്നെ ഗ്ലാസ് നോക്കിയാൽ അത് ഇവിടെ കാറ്റടിക്കുന്നത്. അപ്പൊ ഈസി കൊണ്ടാലും കാറ്റടിച്ചാലും ഉറക്കം വരും. കാറ്റ് കൊണ്ട് ബൈക്ക് എന്നൊക്കെ ഉറങ്ങുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല അധികം. അച്ഛനറിയാ ബൈക്ക് നല്ല ഉറങ്ങിയാ നമ്മ കുറച്ചേരം ഒന്നും അനക്കൂലേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം ഒരു ഞെട്ടലുണ്ടാവില്ല. ഒരു ഞെട്ടൽ കിട്ടിയപ്പോ ഞാൻ ചോദിച്ചു അമ്മൂന്ന് ഉറങ്ങിയാ ചോദിച്ചു. ഇല്ലേ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലേ, ഉറങ്ങാനാ ബൈക്കുന്നാ എല്ലാം പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞു കലമ്പൂലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ചേരം ഉറങ്ങിപ്പോയി. ഞാൻ ബൈക്കിൽ കയറി കാറ്റടിച്ച് നമുക്ക് ഉറക്കം വരും. അപ്പൊ ഞാൻ ഫ്രണ്ടിലുള്ള ആളെ മുറുക്കി പിടിച്ചിട്ടാണ്. നല്ല ഉറങ്ങി അങ്ങനെ ഇങ്ങനെ ചത്തുപോകുന്നില്ല, പക്ഷെ ഉറക്കം വരും. അപ്പൊ ഞാൻ കുറച്ചിങ്ങനെ ബോധത്തോടെ ഉറങ്ങും. ബോധത്തോടെ ആദ്യമായിട്ടാ ബോധത്തോടെ ഉറങ്ങുന്നൊന്നും ഉറങ്ങില്ല. അപ്പൊ നമ്മളിനി ബാക്കി ഗുരുവായൂർ എത്തിയിട്ട് കാണിച്ചു തരാട്ടോ. അങ്ങനെ നമ്മള് ഗുരുവായൂർ ചളിയല്ലേ. കൊറേ കാലായി പറയുന്നുണ്ടായി, വരാൻ പറ്റിയില്ല. ഇതിന്റെ മുന്നേ കൂടെ പോയിട്ടും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല, എന്തൊക്കെയോ റീസൺസ്. അങ്ങനെ ഫൈനലി ലൈഫിൽ ആദ്യമായിട്ടാണെന്നാ പറഞ്ഞത്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായില്ല ആദ്യം. അമ്മു ഗുരുവായൂർ വന്നു. ഞാൻ പൊതുവെ അമ്പലങ്ങളിലധികം പോകാത്തതാണ്, പക്ഷേ ആ വെള്ളത്തിൽ എന്ത് പോയി? താറാവാ? അമ്പലക്കുളത്തില് അരേനല്ലേ ഇത്? താറാവല്ല, കോഴി. എന്താ ഉണ്ട്? എന്ത് ബാഗ്?
അമ്മ അമ്മൂസിനെ കളിക്കാൻ എന്നെ വെച്ചെടുത്ത് വന്നില്ലല്ലോ. ഞാൻ വരും. എവിടെ വരും? ആരും പേടിക്കുന്നു. ഞാൻ വെച്ചെടുത്തൊന്നും ശരിയില്ല. നിങ്ങളുടെ അടുത്ത് എത്ര ചുറ്റിയാണ് എന്നൊക്കെ പറയാനുണ്ടാ. ഞാൻ എവിടെ പോയാലും തിരിച്ച് വീട്ടിലെത്തുന്ന ഉറപ്പാണ്. വീട്ടിലെത്തുന്ന കാത്തുക്കണേ. ഇല്ല, എന്നെ കാണാണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നെ ഉള്ള നീ പിന്നെയും മണി എത്രയാ? 140. വലിയ മണിയില് കുഞ്ഞു മണി. ചെറിയ മണിക്ക് 100. അങ്ങനെ ഒരു 10 പ്രാവശ്യം അതിന്റെ മുന്നിൽ കൂടെ പോയിട്ട് അവസാനം ഗുരുവായൂർ കണ്ടു. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ പോലെ അത്രേ പറയുള്ളൂ. അതായത് അവിടെ ഇപ്പം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ വേണ്ടിട്ട് വിടുന്നില്ല. പിന്നെ നമ്മള് പെർമിഷനൊക്കെ എടുത്ത് ചേട്ടൻ ചെറുതായിട്ട് ഒരു ചെറിയ കട്ട്സ് ഒക്കെ എടുത്തോട്ടെ, ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസും ചെറിയ ചെറിയ എന്തൊക്കെയോ കട്ട്സും. അങ്ങനെ നമ്മള് ഗുരുവായൂർ പോയിട്ട് തിരിച്ചിന് വീട്ടിൽ പോണം. വീട്ടിൽ പോവാം. ഇപ്പൊ പോയാ രാത്രി 2 മണിയാകും വീട്ടിലും. എന്റേത് ലൈം ടീ, അപ്പുൻ്റെതും ലൈം ടീ. ഏട്ടൻ എന്നാ മേടിച്ചേ? ഞാൻ ചായ ഏലക്കിട്ടേ. ടേസ്റ്റ് ഉണ്ടോ? അച്ഛൻ കട്ടേ അമ്മ കേട്ടാ അച്ഛൻ പറയാ ആരും കണ്ടാലും എന്റെ മോളാന്നാ പറയുക. പിന്നെ അല്ലേ കേട്ടോ? ഞാൻ ക്യാമറ പിടിച്ചേക്കുമ്പോ ഇത് 3 ആളെ മുഖത്തേക്ക് പോകണം, ഫോക്കസ് ഷിഫ്റ്റ് ആവണോ അതിന്റെ ഇടയിൽ പൊള്ളി പൊള്ളി പൊള്ളി. ഓ ഭയങ്കര ഫോണിലെസ് വേണ്ടേ? ഇതെന്താ പ്രതിഭാസം? ഇതെന്ത് മരണത്തീരിന്റെ കാരണം? ഷെയ്ക്ക് ഞാൻ ഇങ്ങനെ തിന്നാറില്ല. റൊട്ടി ബട്ടർ നാനും ഫ്രൈ. ഞാൻ പറഞ്ഞ ബട്ടർ നാനും ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ. എന്ത് ചിക്കൻ? നാനും ചിക്കൻ മഞ്ചൂരിയനും ഗോബി മഞ്ചൂരിയനും. ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയൻ, ബട്ടർ നാന്, റൊട്ടി, ടെൻഡർ കോക്കനട്ട് ഷേക്ക്. ഇതിന് മുന്നേ ലൈം മറ്റേ ലൈം ടീ. തീറ്റ പറയാന്ന് പറഞ്ഞിട്ട് അപ്പം വരെ നടന്നു പോയി. നീ നടന്നില്ല. റൊട്ടി കൂടി തരുന്നോ ഷർക്കാൻ? പറയട്ടെ, ഞാൻ വെറ്റുണ്ടോ? പറ്റി. എത്ര റുപ്യ? റൊട്ടി മേടിച്ച് തരണം, പൈസയും തരണം. പിന്നെ വെറുതെ ഒന്നുകൂടി പറ. ആക്ച്വലി നിന്നെ എല്ലാരും വായി നോക്കണം. നിനക്കത്ര പിടിക്കുന്നില്ല. നീ ഇതെല്ലാം കൂടി മോശല്ലേ? സിന്ദൂരൊക്കെ കണ്ടിട്ട് ഗൈസ് നിങ്ങൾ പറയും നെറ്റിന്റെ വലിയ സിന്ദൂരം വെച്ചിട്ട് സാധാരണ വാങ്ങി നോക്കുന്ന കുഴപ്പമില്ല. ഈ ബനിയൻ പാന്റുകളിട്ട് വാങ്ങി നോക്കുന്ന കുഴപ്പമുള്ളവരല്ല. പക്ഷെ സാരി എടുത്ത് ഇത് താരിയൊക്കെ ഇട്ടച്ച കഴിഞ്ഞാൽ പിന്നെ എന്തിനീ നോക്കാൻ നിൽക്കണേ? ഗ്ലാസ് മൊത്തം കലയാണ്. ഒന്നും തോന്നരുത്. ഫുൾ ലോങ് ഓടി ചളിയിൽ പൂണ്ട് വേണം. പരപ്പനങ്ങാടി ലെച്ചോ. നല്ല ഫുഡ്, നല്ല സർവീസ്, AC ഇട്ടിട്ടുണ്ട്. തണുപ്പ് വരും. ഇപ്പൊ ഇട്ടതാ വരും. ലെച്ചോ. അയ്യോ ലൈറ്റ് ഇട്ടില്ല, സോറി മറന്നുപോയി. റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു. നല്ല ഫുഡ്, നല്ല സർവീസ്,
അതുകൊണ്ട് നല്ലോണം അത് വിഷയമല്ല. ഇനി ഒന്ന് ഉറങ്ങണം. പരപ്പനങ്ങാടി ലക്ഷോ നല്ല നല്ല സർവീസ്. ലോങ് പോകുന്നവർക്കെല്ലാം പരപ്പനങ്ങാടി എത്തി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട്. ഭയങ്കര നീറ്റാ, ആംബിയൻസ് നീറ്റാണ്, വാഷ്റൂം ഒക്കെ, സർവീസ് അടിപൊളി, ഫുഡും നല്ല ഫുഡ്. ആ പുള്ളിക്കാരന്റെ പേര് വെച്ചില്ല, അബ്രോന്റെ. അങ്ങനെ എല്ലാരും ഫുഡ് കഴിച്ച് തളർന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കണ്ണൂരേക്ക് 3 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അയ്യോ, പരപ്പനങ്ങാടി ടു കണ്ണൂർ 3 മണിക്കൂർ. ബ്ലോക്ക് കിട്ടിയില്ല, ഹൈവേ കിട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡ്. ഇതിപ്പോ നമ്മള് ഹൈവേയിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കണേ, അപ്പൊ കുറച്ച് ടാസ്ക് ആണ്. നമ്മളെ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു ബിറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. ആ, വീട്ടിലെത്തി ശ്വാസം എടുക്കാൻ പറ്റുമോ അത് നോക്കാം. അതാണ് എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എടുക്കാം. അമ്മ മൊത്തത്തിൽ എല്ലാരും വീട്ടിൽ പോക്കും ബെഡ് കാണലും ബോധം കാണലും ഒരുമിച്ചായിരിക്കും. അപ്പൊ ഓക്കെ, വീട്ടിലെത്തി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ ഒന്നും പ്രത്യേകിച്ച് രാത്രി കൊണ്ട് കാണിക്കാനും പോവാനും ഇറങ്ങാനും ഒന്നും വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഈ കണാണെന്ന് കേട്ടിരിക്കേണ്ടി വരില്ല, ബോറടിക്കും. ഉറങ്ങിയില്ല. അങ്ങനെ അത് കണ്ണാടി ഇട്ട് കാണും. അച്ഛൻ വീണ്ടും ഇവിടുന്ന് തിന്നോണ്ടിരിക്കുന്നു. ഇത്രയും നേരം കുത്തിക്കേറ്റിയ പോയിട്ട് ഇത് ചിലപ്പോ നല്ലതിനോ വല്ല മോശത്തിനോ എനിക്കറിയില്ല. പല ആൾക്കാരും പറയുന്നത് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ല, അച്ഛൻ ഭക്ഷണം വളരെ കുറവാണ്, അച്ഛൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാത്ത, അച്ഛൻ എന്താ ലിമിറ്റഡായ ഭക്ഷണം കഴിക്കുന്നേ. ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഈ തടിയും മണ്ണുള്ളവർ ഇനി തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ആരും കഴിക്കാനുള്ള അച്ഛന്റെ എനർജിയിലേക്കാണ് കംപ്ലീറ്റ് കൺവേർട്ട് ആയി പോകുന്നു. അത്രയും ഫുഡ് കഴിച്ചു എനിക്കൊന്നും അനങ്ങാൻ കഴിയുന്നില്ല. നീ എല്ലാം കുറങ്ങൂല, നീ ഏറ്റവും കൂടുതൽ തിന്നത്. അത് സത്യമാണ്. എന്നാലും എല്ലാരും കഴിച്ചിനെ. എന്നിട്ട് അച്ഛൻ പിന്നെയും കഴിച്ചോണ്ടിരിക്കും. അച്ഛനൊന്നും കൊടുക്കില്ല. അച്ഛൻ ഒരു പ്ലേറ്റ് ചോറും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛന് പിന്നെ എന്തെങ്കിലും ഒരു മിച്ചറങ്ങനെ ഒരു പാക്കറ്റ് വെറുതെ ചുമ്മാ കുറിക്കാൻ അഭ്യർത്ഥിക്കട്ടെ. ഇത് കാണുന്ന എല്ലാ ആൾക്കാരും നോട്ട് ചെയ്യാം. മേലിൽ അച്ഛനോട് ചോദിക്കാൻ പാടില്ല എന്താ ഭക്ഷണം കഴിക്കാട്ടെ, അതെനിക്ക് ചോദിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഒരു ഭാഗ്യം. ഞാനല്ല ആഗ്രഹിക്കണ്ടേ, ഞാൻ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ തടിച്ചു. സംഭവം ഫാറ്റിലേക്കല്ല എനർജിയിലേക്കാ മൊത്തം കൺവേർട്ട് ആവുന്നേ. ചാടി നിക്കുക എന്തടിച്ചിട്ടാണ് ഇപ്പോഴും പിടുത്തം കിട്ടിയില്ലേ. കൂട്ടിയിട്ട് കത്തിച്ചു. ടീ ടോട്ടലർ പക്ഷെ എങ്ങനെ എനർജി നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എല്ലാരും ഏകദേശം സൈഡ് ആയിട്ടുണ്ട്, അലമ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കണ്ടു നിക്കാൻ നിങ്ങൾക്ക് ത്രാണി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഞാൻ വീട്ടിലെത്തി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ നാളെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തോളാം. അല്ലെങ്കിൽ ഞാൻ കിടക്കാം, അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളത് ഓക്കെ ബൈ 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 ബൈ. നോക്കാൻ പറ്റില്ല, വണ്ടി ബൈ ബൈ. കിടക്കാൻ വേണ്ടിട്ട് തെലങ്കാനയൊക്കെ ബൈ ബൈ. അയ്യോ, അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെത്തി. ബൈ ബൈ. മമ്മി കൊഴപ്പില്ല. സ്വിച്ചൊക്കെ മറന്നുപോയി. സ്വന്തം ചത്ത് വീട്. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. സമയം ഇത്രയും അറിയാൻ പാടില്ല, 1 മണി നേരത്തെ എത്തി. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ നമ്മള് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, അറിയിക്കാം. അമ്മയിലും വന്ന് നോക്കി ഇവന് ഭ്രാന്തായി നേരിട്ടാണ്
എല്ലാരും നല്ല ടയർഡാണ്. ഒന്ന് വീണാ മതി കട്ടിലേക്ക്. നമുക്ക് ബെഡ് പിരിച്ചിട്ടില്ലേ, പിരിക്കണം എന്നിട്ട് വേണം കിടക്കാൻ വേണ്ടി. അപ്പൊ എല്ലാരും ബൈ. അടുത്ത വീഡിയോ കാണാം. ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാലോ, ഓപ്പണെ പറയാം. ഇതിപ്പോ ഈ ഒരു പോയിന്റ് ഞാൻ തിരിച്ചറിഞ്ഞ കുറെ ആൾക്കാർ ഇനി കല്യാണം കഴിക്കേണ്ടതും റിലേഷനുള്ളതും കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കിയില്ലെങ്കിൽ അവരോട് മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്വപ്നങ്ങളുടെ വലിപ്പത്തിലല്ല, അത് അവരുടെ മനസ്സിൽ എത്രത്തോളം ഡെപ്തിലുണ്ട് എന്നുള്ളൊരു കാര്യത്തിലാണ് മാറ്റർ. ഞാൻ വിചാരിച്ചത് ഞാൻ എത്ര 10 പ്രാവശ്യം നമ്മൾ അതിന് മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നത്, 10-12 പ്രാവശ്യം ബൈക്കിൽ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യാറുണ്ട്. എത്രയോ പ്രാവശ്യം അതിന്റെ മുമ്പ് കൂടെ പോയിട്ട് നമ്മളത് അവിടെ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് പോലും ഇല്ല ആ ഏരിയയില്. അപ്പൊ നമ്മള് സാധാരണ ഈ വലിപ്പം എന്ന് ഉദ്ദേശിച്ചത് ഈ മണാലി അല്ലെങ്കിൽ മാൽഡീവ്സ് ഗോ അങ്ങനെയുള്ള വലിയ ആഗ്രഹങ്ങളൊക്കെ പറയുന്ന അത് വലിയ ആഗ്രഹം. ഇപ്പൊ അവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന് പറയുന്ന സമയത്ത് അത് കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നു ഞാനും. ഞാൻ അത്യാവശ്യത്തിലധികം ട്രാവൽ ചെയ്തിട്ട് ഒരാളാണ്. അപ്പം എനിക്കിത് തൊട്ടടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു വർക്കായില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലോ. വ്ളോഗിങ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അഭിപ്രായം വന്നിട്ട് കുറെ കാലം ഞങ്ങളായിട്ട് ഇങ്ങനെ തള്ളിപ്പോയി, ഞങ്ങൾ സീരിയസ് ആയി എടുത്തില്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്തുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ റിവ്യൂസാണ് ഞങ്ങൾക്ക് ഇതിന്റെ അകത്തുള്ളൊരു, നിങ്ങളാ ഇതിന്റെ ഡയറക്ടേഴ്സ്. നിങ്ങൾ പറയണം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് താല്പര്യം ഇല്ലാണ്ടാവുന്നുണ്ടോ, ഇഷ്ടമില്ലാണ്ടാവുന്നുണ്ടോ, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത്, വ്ലോഗ് ആണോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ലൈഫിൽ അറിയാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് DM ചെയ്താലോ അല്ലെങ്കിൽ കമന്റ് ഇട്ടാലോ എന്തെങ്കിലും രീതിയിൽ അറിയിച്ചാൽ നമ്മൾ അതുപോലത്തത് എടുക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കാതെ പല ആൾക്കാരും നമ്മൾ ട്രൂ ആയിട്ട് സ്നേഹിക്കുന്നു. അവർക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ആ റീസൺ ആണ് പ്രധാനമായിട്ടും. വർക്കിലൂടെ അല്ലാണ്ട് നമ്മളെ കാണണമെന്ന് ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു രീതിയിലും ഒരു എഫേർട്ടും എടുക്കുന്നില്ല. അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും എല്ലാം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാ ഓക്കെ ചെയ്യാം എന്നുള്ളത്. ചെയ്താൽ നമുക്കും ഉപകാരമാണ്. റവന്യൂ കാര്യങ്ങളൊക്കെ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കും ഉപകാരമാണ് ഈ സാധനം. നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ റിവ്യൂസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഞങ്ങൾ വ്ളോഗ് തുടരുന്നതും ചേഞ്ചസ് കൊണ്ടുവരുന്നതും. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തുന്നതും നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും. അപ്പൊ നിങ്ങൾ ഓപ്പണായി ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ. കണ്ടു നോക്ക്. ബൈ ബൈ.